അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വവസ്വാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബു യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സദഖല്ലാഹുൽ അലിയുൽ അളീം. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹു ഇമാമാക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇമാമത്ത് നൽകുകയും അനന്തരം അദ്ദേഹം കഅബ പണിത് കഅബയെ അള്ളാഹു ജനങ്ങൾക്ക് മടങ്ങി വരാനുള്ള ഒരു അഭയസ്ഥാനമാക്കുകയും അദ്ദേഹത്തോടും ഇബ്രാഹിമിനോടും പുത്രനോടും ഇസ്മായിൽ അലൈഹിസ്സലാമിനോടും അള്ളാഹു ചെയ്ത കരാർ അൻ ത്വഹിറ ബൈത്തിയ, എൻ്റെ ഭവനത്തെ, നിങ്ങളവിടെ പണി ചെയ്ത എൻ്റെ ഭവനത്തെ നിങ്ങൾ പരിശുദ്ധമാക്കണം, വൃത്തിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കരാർ ചെയ്തതും തുടർന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ആ നാടിനു വേണ്ടിയിട്ട് ദുആ ചെയ്തതും ആ നാട്ടിലെ ആളുകൾക്ക് വിഭവങ്ങൾ നൽകണേ, ഇതൊരു നിർഭയ നാടാക്കണേ എന്ന് അദ്ദേഹം അള്ളാഹുവോട് ആവശ്യപ്പെടുകയും ഇസ്മായിൽ അലൈഹിസ്സലാമും ഇബ്രാഹിം അലൈഹിസ്സലാമും രണ്ടുപേരും അള്ളാഹുവിന് വേണ്ടി ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്ത് ഞങ്ങളെ മുസ്ലിങ്ങളും നിനക്ക് സമർപ്പിക്കുന്നവരും ഞങ്ങളിൽ നിന്ന് നിനക്ക് സമർപ്പിക്കുന്ന ഒരു ഉമ്മത്തും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുകയും അവർ തന്നെ റബ്ബേ, അവരുടെ കൂട്ടത്തിൽ റബ്ബന വബഅത്ത് ഫീഹിം, ഞങ്ങളുടെ തലമുറയിൽ വരുന്ന ജനതയുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അവർക്ക് വേണ്ടി നീ നിയോഗിക്കണേ, നിൻ്റെ ആയത്തുകൾ അവർക്ക് വിശദീകരിച്ച് കൊടുക്കുകയും നിൻ്റെ കിതാബ് അവരെ പഠിപ്പിക്കുകയും നിൻ്റെ ഹിക്മത്ത് അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന, എന്നിട്ടവരെ സംസ്കരിക്കുന്ന ഒരു ദൂതനെ നീ അയക്കണേ എന്ന് ദുആ ചെയ്യുകയും ചെയ്ത കാര്യങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിലൊക്കെ പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു ചോദിച്ചിരുന്നു, ഇബ്രാഹിമിൻ്റെ മില്ലത്തിൽ നിന്ന് ആരാണ് പിന്തിരിഞ്ഞു പോവുക? ഇല്ലാ മൻ സഫിഹ നഫ്സഹു, സ്വയം വിഡ്ഢിയായവർ അല്ലാതെ. കാരണം വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുന്യ, ഇഹലോകത്ത് നാം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു, ആഖിറത്തിലോ അദ്ദേഹം സജ്ജനങ്ങളിൽപ്പെട്ടവനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ റബ്ബ് അദ്ദേഹത്തോട് അസ്ലിം എന്ന് പറയേണ്ട താമസം അദ്ദേഹത്തിൻ്റെ നിലപാട് അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, എല്ലാ മനുഷ്യരുടെയും റബ്ബായ, മുഴുവൻ സൃഷ്ടികളുടെയും റബ്ബായ അള്ളാഹുവിന് ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഈ പ്രത്യേകത പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇന്ന് ഓതിയ ആയത്തിലേക്ക് വരുന്നത്. അതിൽ പറയുന്നു, വസ്വാ ബിഹ ഇബ്രാഹീമു, ഇബ്രാഹിം വസിയത്ത് ചെയ്തു ബനീഹി, തൻ്റെ മക്കളോട്. യാക്കൂബും വസിയത്ത് ചെയ്തു. അവർ രണ്ടുപേരും മക്കളോട് വസിയത്ത് ചെയ്തത്, യാ ബനിയ്യ, എൻ്റെ മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന, അള്ളാഹു നിങ്ങൾക്ക് ദീനിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരു മാർഗത്തെ, അല്ലെങ്കിൽ ഈ മാർഗത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദീനെന്ന് പറഞ്ഞാൽ ബേസിക്കലി ദൈൻ എന്നുള്ള വാക്കിൽ നിന്ന് വന്നതാണ്. ദാല് യാ നോന്. ദൈനിൻ്റെ അർത്ഥം നമുക്കറിയാം, കടമാണ്. ഒരാൾക്ക് കൊടുക്കുന്ന കടമാണ്. കടം കൊടുക്കപ്പെട്ട് കഴിഞ്ഞാൽ കടം ലഭിക്കുന്ന ആൾക്ക് അതൊരു ഭാരമാണ്. കടം കിട്ടിയ ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് കടത്തെക്കുറിച്ച് ഒരു ചൊല്ലുണ്ട്, കടം കിട്ടിക്കഴിഞ്ഞാൽ അത് പകലിലെ നിന്ദ്യതയാണ് കടം, രാത്രിയിലെ സങ്കടമാണ്. കടം കിട്ടുന്ന ആൾക്ക് ഒരു താഴ്മയുണ്ട്, ഒരു നിന്ദ്യതയുണ്ട്. അതുകൊണ്ട് ദീൻ എന്നുള്ളതിന് അനുസരണം, ഇത്താഅത്ത് എന്നുള്ള അർത്ഥമുണ്ട്, താഴ്മ, അനുസരണം, ദീൻ. അതുപോലെ ദീനിന് പ്രതിഫലം എന്നും അർത്ഥമുണ്ട്, ഒരാൾ നൽകുന്ന റിവാർഡ്. ഇതിലൊക്കെ ഒരു ബൈലാറ്ററൽ ബന്ധമുണ്ട്. ഒരാൾ കടം കൊടുക്കുന്നു, മറ്റൊരാൾ റിസീവ് ചെയ്യുന്നു. ഒരാൾ ആവശ്യപ്പെടുന്നു, മറ്റൊരാൾ അനുസരിക്കുന്നു. ഒരാൾ നൽകുന്നു, റിവാർഡ് നൽകുന്നു, മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്നു എന്ന രീതിയിലുള്ള ഒരു ബൈലാറ്ററൽ ബന്ധമുണ്ട്. അതുകൊണ്ട് ശരീഅത്തിനും
പരസ്പര കരാറിനും അല്ലെങ്കിൽ നൽകപ്പെടുന്ന നിയമങ്ങൾക്കും ദീനെന്ന് പറയും. ആ അർത്ഥത്തിൽ ഒരു രണ്ടുപേര് തമ്മിലുള്ള, അള്ളാഹുവും സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള, അള്ളാഹുവും അള്ളാഹുവിൻ്റെ അബ്ദുകളും തമ്മിലുള്ള ഒരു കരാറാണ് ദീൻ. ആ കരാറിൻ്റെ പ്രത്യേകത അവനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്, അവനെ തന്നെ അനുസരിക്കണം. കാരണം സൃഷ്ടികളൊന്നും പൂർണ്ണരല്ല, ഒരുപാട് പോരായ്മകളുള്ളവരാണ്. അവൻ മാത്രമാണ്, ഒരു പോരായ്മയുമില്ലാത്ത, ആരുടെയും ആവശ്യമില്ലാത്തത് അവൻ മാത്രമാണ്. സെൽഫ് സഫിഷ്യൻ്റായിട്ട് അവൻ മാത്രമേ ഉള്ളൂ. സൃഷ്ടികൾ അവൻ്റെ മുമ്പിൽ ഒന്നുമല്ല. ഇൻഫിനിറ്റിയുടെ മുമ്പിൽ എത്ര വലിയ സംഖ്യയും ഒന്നുമല്ലാത്ത പോലെ സൃഷ്ടികളിനി എത്ര വലുതാണെങ്കിലും എത്ര ബൃഹത്താണെങ്കിലും സൃഷ്ടാവിൻ്റെ മുമ്പിൽ പൂജ്യമാണ്. പൂർണ്ണമായിട്ട് സൃഷ്ടാവിനെ ഡിപ്പെൻഡ് ചെയ്യാനാണ് സൃഷ്ടികളുടെ നാച്ചർ അതാണ്. അങ്ങനെ സൃഷ്ടികൾക്ക് നിലനിൽപ്പുള്ളൂ. അവനിൽ നിന്ന് വിട്ടുകൊണ്ട് സൃഷ്ടികൾക്ക് സ്വതന്ത്രമായിട്ട് അസ്തിത്വം തന്നെയില്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ട് അവനിലേക്ക് തിരിഞ്ഞ് അവനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് സൃഷ്ടികളുടെ നിലനിൽപ്പിൻ്റെ രീതി. അങ്ങനെയാണ് അവർക്ക് നിലനിൽക്കാൻ കഴിയുക. മനുഷ്യനും നിലനിൽക്കേണ്ടത് അവനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അവനിലേക്ക് തിരിഞ്ഞുകൊണ്ട്, അവനോട് ചോദിച്ചുകൊണ്ട്, അവനെ ഓർത്തുകൊണ്ട്, അവനെ ശുക്ർ ചെയ്തുകൊണ്ട്, അവന് വേണ്ടി മാത്രം നിലകൊണ്ടുകൊണ്ടാണ് എല്ലാ മനുഷ്യരും ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് അദ്ദീൻ എന്നിവിടെ പറഞ്ഞത്. അത്തരത്തിലുള്ള ഒരു താഴ്മ, അവനുള്ള അനുസരണം, അവനോടുള്ള ബന്ധം, അവൻ ചെയ്ത കരാറുകളെ പാലിക്കുക, ഇതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ആ അദ്ദീനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത്. ഇസ്തഫാലക്കും, നിങ്ങൾക്ക് വേണ്ടി വളരെ പ്രത്യേകതയോടെ നിങ്ങളെ അത് ഏൽപ്പിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി സെലക്ട് ചെയ്തതാണ്, നിങ്ങളത് സ്പെഷ്യലി റിവാർഡ് ചെയ്തതാണ്. അതുകൊണ്ട് ഫലാ തമൂത്തുന്ന, നിങ്ങൾ മരിക്കാനേ പാടില്ല, ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ അവനെ കീഴ്പ്പെടുന്ന ആളുകളായിക്കൊണ്ടല്ല, അവന് കീഴ്പ്പെടുന്ന ആളുകളായിക്കൊണ്ടല്ലാതെ, അവനെ പൂർണ്ണമായിട്ട് അനുസരിക്കുന്ന ആളുകളായിക്കൊണ്ടല്ലാതെ. ഈ അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്നത്. അദ്ദീൻ എന്ന് പറയുന്നത് അല്ലാഹുവിങ്കൽ അൽ ഇസ്ലാമാണ്. അള്ളാഹു നൽകിയ ഏക മാർഗം, അള്ളാഹു ചെയ്ത ഏക കരാർ, അള്ളാഹു പറഞ്ഞ ഏക രീതി, അത് അൽ ഇസ്ലാമാണ്. പൂർണ്ണമായിട്ടുള്ള സമർപ്പണമാണ്. ഒരു മനുഷ്യൻ്റെ സമ്പൂർണ്ണ സമർപ്പണമാണ്. അത് എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും അതുപോലെ എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു നൽകിയതാണ് സമ്പൂർണ്ണ സമർപ്പണം. ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ മക്കളോടും യാക്കൂബ് അലൈഹിസ്സലാം തൻ്റെ മക്കളോടും വസിയത്ത് ചെയ്തതും നിങ്ങൾ മുസ്ലിങ്ങളായിരിക്കണം എന്നുള്ള കാര്യമാണ്. യാക്കൂബ് അലൈഹിസ്സലാം വസിയത്ത് ചെയ്തതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററിൽ മുഴുവനും പറയുന്നത് അതാണ്. യാക്കൂബ് എന്താണ് വസിയത്ത് ചെയ്തത്, വലിയ ഒരു കവിത പോലെയാണ് അവിടെ വിശദമായിട്ട് പറയുന്നത്. അതിൽ പക്ഷേ 12 ഗോത്രങ്ങളെയും യാക്കൂബ് അവരുടെയൊക്കെ പ്രത്യേകതകൾ പറയുകയാണ്. നിങ്ങളുടെ ഓരോ ഗോത്രവും എങ്ങനെയായിരിക്കും, അതുപോലെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ അബ്രഹാം മറമാടപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്നും അത് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നാടാണ് എന്നും ഒക്കെയാണ് അവിടെ പറയുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് 30ഓളം വചനങ്ങളിലായിട്ട് അവിടെ യാക്കൂബ് ചെയ്ത വസിയത്താണ് പറയുന്നത്. അള്ളാഹു അതിനെ ചുരുക്കിയിട്ട് ആ വസിയത്തല്ല, യാക്കൂബ് യഥാർത്ഥത്തിൽ ചെയ്ത വസിയത്ത്, യഥാർത്ഥത്തിൽ തലമുറ സൂക്ഷിക്കേണ്ട ഒരു വസിയത്ത് അള്ളാഹുവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഒരൊറ്റ വചനത്തിൽ. അവർ ചെയ്ത വസിയത്താണ് ഫലാ തമൂത്തുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പരാമർശിക്കുമ്പോഴൊക്കെ ഇസ്ലാം, മുസ്ലിം എന്ന വാക്ക് നിരന്തരം ആവർത്തിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം, അസ്ലമ, മുസ്ലിം ഇത്തരത്തിൽ നിരന്തരം വരുന്നുണ്ട്, റിപ്പീറ്റഡ്ലി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അള്ളാഹു പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് അദ്ദേഹത്തെ കോൺട്രാസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പ്രതിമകൾക്ക് അല്ലെങ്കിൽ ബിംബങ്ങൾക്ക്, വിഗ്രഹങ്ങൾക്ക് എതിരെ എന്നുള്ളതാണ്. വിഗ്രഹങ്ങൾ എത്രമാത്രം അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ, അള്ളാഹുവിന് പുറമെ കഴിവുള്ള എന്തെങ്കിലും ഒന്നുണ്ട് എന്ന് ഐഡിയോളജിക്കലി സ്വീകരിക്കൽ എത്രമാത്രം ഒരു എക്സ്ട്രീമാണോ
അതിൻ്റെ നേരെ എക്സ്ട്രീമിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പ്രതിഷ്ഠിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം അതിൻ്റെ നേരെ എതിർചേരിയിലാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ പങ്കുചേരുന്ന ഒരല്പം സംഗതി വരെ ഇബ്രാഹിമിൻ്റെ മില്ലത്തിന് യോജിച്ചതല്ല. ഹനീഫായ ഒരു മാർഗമാണ്, ഏറ്റവും നിഷ്കളങ്കമായ, ഏറ്റവും പ്യുവറായ ഒരു മാർഗമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രബോധനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പ്രതിമകളെ സ്വീകരിക്കുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ആയത്തായിരുന്നു, അള്ളാഹുവേ, ഈ പ്രതിമകൾ ഒരുപാട് പേരെ വഴിതെറ്റിച്ചു. റബ്ബി ഇന്നഹുന്ന അളുലൽന കസീറ മിനന്നാസ്. ഒരുപാട് പേരെ അൽ അസ്നാം, ബിംബങ്ങൾ, പ്രതിമകൾ വഴിതെറ്റിച്ചിരിക്കുന്നു. ഫമൻ തബിഅനി ഫ ഇന്നഹു മിന്നി. എന്നെ പിൻപറ്റിയവർ എന്നോടൊപ്പമാണ്. വമൻ അസാനി ഫ ഇന്നക ഗഫൂർ റഹീം. എന്നോട് എതിര് പ്രവർത്തിച്ചവർ, എന്നെ അനുസരിക്കാതെ എന്നോട് ശത്രുതയും ധിക്കാരമൊക്കെ പുലർത്തിയ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം നീയാണല്ലോ ഗഫൂർ റഹീമോ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ മുമ്പ് പറയുന്നത് വജ്നുബിനി വ ബനിയ അൻ നഅ്ബുദൽ അസ്നാമ എന്നാണ്. എന്നെയും എൻ്റെ മക്കളെയും പ്രതിമകളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ അകറ്റണേ. അദ്ദേഹം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ്. അള്ളാഹുവിലൊന്നും പങ്കുചേർക്കാത്ത ഒരു വ്യക്തിത്വം, ഒരു ജീവിതം. അതുകൊണ്ടാണ് അള്ളാഹു ആദ്യം നൽകിയ കരാറ് പറയുന്നത്, തൊഹിറ ബൈത്തി, എൻ്റെ വീടിനെ നീ ശുദ്ധീകരിക്കണം, ഇത്തരം എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കണം. അത് ത്വായിഫീങ്ങൾക്കാണ്, തവാഫ് ചെയ്യുന്നവർക്കും എത്തിക്കാഫ് അനുഷ്ഠിക്കുന്നവർക്കും റുക്കുഉം സുജൂദും അനുഷ്ഠിക്കുന്ന ആളുകൾക്കുമാണ്. അതുകൊണ്ട് അവിടെ യാതൊരു കലർപ്പും ഇല്ലാത്ത വിധം നീ സൂക്ഷിക്കണം എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് നൽകിയ ആദ്യത്തെ കരാറിൽ പറയുന്നത് അതുകൊണ്ടാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞ സമയത്ത് രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, അദ്ദേഹം എൻ്റെ കുടുംബത്തിന് ഇമാമത്ത് പറഞ്ഞ സമയത്ത് അള്ളാഹു പറഞ്ഞു ലാലിമീങ്ങൾക്ക് അത് ബാധകമല്ല. രണ്ടാമത്, അദ്ദേഹം വിഭവങ്ങൾ നൽകാൻ വേണ്ടി ദുആ ചെയ്ത സമയത്ത് അള്ളാഹു പറഞ്ഞു കുഫ്ർ ചെയ്ത ആളുകൾക്ക് അല്പം മാത്രമേ വിഭവം നൽകുകയുള്ളൂ, പിന്നെ അവർക്ക് വലിയ ശിക്ഷയുണ്ട്. അവിടെയും ഒരു എക്സെപ്ഷൻ പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ രണ്ട് സമയത്തും അള്ളാഹു ഒരു എക്സെപ്ഷൻ പറഞ്ഞു. കുഫറും ദുൽമും അൾട്ടിമേറ്റ്ലി ഷിർക്കിലേക്ക് നയിക്കുമെന്നുള്ളതാണ്. ലുൽമ് എന്ന് പറയുന്നത് ഒരു സംഗതി പ്രോപ്പറായിട്ട് ചെയ്യാത്തതിനെക്കുറിച്ച് പറയുന്നതാണ്. പലപ്പോഴും ഷിർക്കിനെക്കുറിച്ച് ലുൽമ് എന്ന് തന്നെ പറയാറുണ്ട്. അതിലിൻ്റെ ഓപ്പോസിറ്റായിട്ടും പറയാറുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ ഒരു സംഗതി യഥാവിധി ചെയ്യുക, ചെയ്യേണ്ട വിധത്തിൽ പ്ലേസ് ചെയ്യേണ്ട രീതിയിൽ ഒരു സംഗതിയെ പ്ലേസ് ചെയ്യുന്നതിനാണ് അതിലെന്ന് പറയുക. ഈക്വലിന് പറയും, മദ്യത്തിന് പറയും, കോമ്പൻസേഷന് പറയും. യഥാവിധി ഒരു സംഗതി നൽകുക, ചെയ്യുക, വെക്കുക, അതൊക്കെയാണ് അതിൽ. ലുൽമ് നേരെ തിരിച്ചാണ്. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്യേണ്ട ക്രമത്തിലല്ലാതെ ചെയ്യുക, ക്രമം തെറ്റുക, താളം തെറ്റുക, അളവ് തെറ്റുക, സമയം തെറ്റുക, ഇതൊക്കെയാണ് ലുൽമ്. അപ്പം ഇങ്ങനെ ലുൽമ്, അക്രമം ചെയ്യുന്ന ആളുകൾ, പരിധി ലംഘിക്കുന്ന ആളുകൾ, താളം തെറ്റിക്കുന്ന ആളുകൾ, അതുപോലെ കുഫർ, അനുസരണക്കേട് അല്ലെങ്കിൽ നന്ദിയില്ലായ്മ, ഈ നന്ദിയില്ലായ്മയും ലുൽമുമൊക്കെ അൾട്ടിമേറ്റ്ലി ലീഡ് ചെയ്യുന്നത് ഷിർക്കിലേക്കാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടതും ഏറ്റവും കൂടുതൽ തൻ്റെ മക്കളെ ഉപദേശിച്ചതുമായ ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് വരുന്ന ആയത്തുകളിൽ പറയുന്നു. അള്ളാഹു പറയുന്നു, അം കുന്തും ശുഹദാ ഇദ് ഹളറ യാക്കൂബ് അൽ മൗത്തു. ആസന്നമായ സമയത്ത്, യാക്കൂബ് അലൈഹിസ്സലാമിന് മരണമാസന്നമായ സമയത്ത് നിങ്ങളവിടെ സാക്ഷികളായിരുന്നു. ഇത് ഖാല ലി ബനീഹി, അദ്ദേഹം തൻ്റെ മക്കളോട് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? മാ തഅ്ബുദൂന മിൻ ബഅദി. അദ്ദേഹം ചോദിച്ചതാണ്, യാക്കൂബ് അലൈഹിസ്സലാം മരണമാസന്നമായ സമയത്ത് തൻ്റെ മക്കളോട് ചോദിച്ചതാണ്, എനിക്ക് ശേഷം നിങ്ങൾ ഏതൊരു ദൈവത്തെയാണ് ആരാധിക്കുക? എനിക്ക് ശേഷം നിങ്ങൾ ഏത് ഇലാഹിനെയാണ്, ആരെയാണ് ഇബാദത്ത് ചെയ്യുക? മാ തഅ്ബുദൂന മിൻ ബഅദി, ആരെയാണ് നിങ്ങൾ, എന്തിനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക എനിക്ക് ശേഷം? അവർ പറഞ്ഞു, ഖാലു നഅ്ബുദു ഇലാഹക, താങ്കളുടെ ഇലാഹായ, വ ഇലാഹ ആബാഹിക്ക, താങ്കളുടെ പിതാവായ ഇബ്രാഹീമ വ ഇസ്മായില വ ഇസ്ഹാക്ക, താങ്കളുടെ പിതാക്കളായ
ഇബ്രാഹീമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇലാഹിനെയാണ്, അതായത് ഇലാഹൻ വാഹിദൻ, ഒറ്റ ഇലാഹ്, അതിനെയാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുക. വനഹ്നു ലഹു മുസ്ലിമൂൻ, ആ ഇലാഹിന് സമർപ്പിക്കുന്ന ആളുകളായിരിക്കും ഞങ്ങൾ എന്നായിരുന്നു മക്കൾ യാക്കൂബ് അലൈഹിസ്സലാം മരണമാസന്നമായ സമയത്ത് ചോദിച്ചപ്പോൾ മക്കൾ പറഞ്ഞത്. അവരങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, തിൽക്ക ഉമ്മത്തുൻ കദ് ഖലത്ത്, അത് കഴിഞ്ഞുപോയ ഒരു ഉമ്മത്താണ്. ലഹാമ കസബത്ത്, അവർ നേടിയെടുത്ത വലിയ വലിയ നേട്ടങ്ങളൊക്കെ, അവർക്ക് കിട്ടിയ വലിയ വലിയ സംഗതികളൊക്കെ അവരുടേതാണ്, അവർക്കുണ്ട്. അവർ സമ്പാദിച്ചത്, അവർ നേടിയെടുത്തതൊക്കെ അവർക്കുണ്ട്. വലക്കും മാ കസബ്തും, നിങ്ങൾക്കുള്ളത് നിങ്ങൾ നേടിയെടുക്കുന്നതാണ്. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അവരെന്തായിരുന്നോ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നത്, അവരെന്തൊക്കെയാണോ സമ്പാദിച്ചുകൊണ്ടേയിരുന്നത്, ചെയ്തുകൊണ്ടേയിരുന്നത്, അതൊന്നും നിങ്ങളോട് ചോദിക്കുന്നതല്ല. അത് കഴിഞ്ഞുപോയൊരു സമുദായമാണ്. നിങ്ങൾക്ക് നിങ്ങൾ സമ്പാദിക്കുന്നതാണുള്ളത്. എന്നിട്ട് പറയുന്നു, വക്കാലു, അവർ പറയുന്നു, കൂനു ഹൂദൻ ഔ നസാറ, യഹൂദിയാകൂ അല്ലെങ്കിൽ നസാറാക്കളിൽപ്പെടൂ, നസ്രാനിയാകൂ, തഹ്തദു, എങ്കിൽ നിങ്ങൾ ഗേഡിയപ്പെടും. നിങ്ങൾ സന്മാർഗം പ്രാപിക്കണമെങ്കിൽ, നേർവഴിയിലാകണമെങ്കിൽ യഹൂദരോ ക്രൈസ്തവരോ ആകൂ, എങ്കിലേ അത് സാധ്യമാകൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നിങ്ങൾ തിരിച്ചു പറയേണ്ട എന്താ? ഏതെങ്കിലും ഒരു സമുദായത്തിൽ കയറാനല്ല, ഏതെങ്കിലും ഒരു മതത്തിൽ, ഏതെങ്കിലും ഒരു സഭയിൽ, ഏതെങ്കിലും ഒരു ഗോത്രത്തിൽ അതിനെയൊന്നും പിൻപറ്റാനല്ല. നിങ്ങൾ പറയൂ, ഖുൽ ബൽ മില്ലത്ത ഇബ്രാഹീമ ഹനീഫ, മില്ലത്തു ഇബ്രാഹീം, ഇബ്രാഹീമിൻ്റെ മാർഗം, ഇബ്രാഹീമിൻ്റെ രീതി, ഇബ്രാഹീമിൻ്റെ ചര്യ, അതാണ് പിൻപറ്റേണ്ടത്. അത് വക്രതയില്ലാത്തതാണ്, ഹനീഫനാണ്. ഹുനഫാകൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ അറബിയയിലുണ്ടായിരുന്നു, ഹനീഫുകൾ അല്ലെങ്കിൽ ഹുനഫാ. ഹനഫിയത്ത് എന്ന് പറയുന്നത് ജാഹിലിയ അറബികളുടെ ഇടയിൽ തിന്മകളിലൊന്നും അകപ്പെടാതെ, പ്രത്യേകിച്ച് ബഹുദൈവാരാധനയിലൊന്നും ഉൾച്ചേരാതെ, ഏകദൈവത്വത്തെ മാത്രം ആലോചിച്ച് ആരാധിച്ച് അങ്ങനെ പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ തിന്മകളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്ന ആളുകൾ അറബികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അത്തരം ആളുകളെ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്, അവരെ ഹനീഫുകളാണ്, ഹുനഫാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മില്ലത്താണ്, വക്രതയില്ലാത്ത വളരെ സ്ട്രെയിറ്റായ ഒരു പാത അള്ളാഹുവിലേക്ക്. എന്നിട്ട് പറഞ്ഞു, വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആളായിരുന്നില്ല. ഷിർക്ക് ഒരു ഐഡിയോളജിയായിട്ട് സ്വീകരിച്ച ആളോ, ഷിർക്കിൻ്റെ ഒരു ചെറിയ അംശം പോലുമുള്ള ആളോ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് നമുക്ക് ഷിർക്കിനെ ഒരു ഐഡിയോളജിയായിട്ട് സ്വീകരിച്ച ആളെ പ്രതിഷ്ഠിക്കാൻ കഴിയുക. ഷിർക്ക് ഐഡിയോളജിയായിട്ട് സ്വീകരിച്ചത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, അള്ളാഹുവിന് പുറമെ കഴിവുള്ള, സ്വന്തമായ കഴിവുള്ള വേറെ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ദൈവം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു പാന്തിയൻ ഓഫ് ഗോഡിലുള്ള വിശ്വാസം. കുറേ ദൈവങ്ങളുണ്ട്, ചെറിയ ചെറിയ ദൈവങ്ങൾ. ഓരോ കാര്യത്തിനും ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ സ്വയം അതിന് ഉത്തരവാദിത്തമുള്ള, അതിന് കഴിവുള്ള ദൈവങ്ങളുണ്ട്, കുട്ടി ദൈവങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഹെഡായിട്ട് ഒരു വലിയ ദൈവമുണ്ട്. ഇത്തരത്തിലുള്ള സങ്കല്പം പല നാടുകളിലും നേരത്തെ ഉണ്ടായിരുന്നു. ഓരോന്നിനും ഓരോ സ്വതന്ത്രമായ ദൈവങ്ങളാണ്. സൃഷ്ടിപ്പ് നടത്തിയത് ചിലപ്പോൾ ഒരു വലിയ ദൈവമായിരിക്കും, പക്ഷേ സൃഷ്ടികളുടെ പല വിഷയങ്ങളിലും ഓരോ ദൈവത്തിനാണ് അതിൻ്റെ സ്വതന്ത്രമായ ഓട്ടോണമി, ഓരോ ദൈവത്തിനുമാണ്. ആ ദൈവവും മറ്റ് ദൈവങ്ങളും തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. വലിയ ദൈവവും കുട്ടി ദൈവങ്ങളും തമ്മിലും പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മിത്തോളജികൾ പല ആൻഷ്യൻ്റ് സമൂഹങ്ങളിലും നിലനിന്നിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിക്കുന്ന കാലത്ത് മെസപ്പൊട്ടോമിയയിലും ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അല്പം പോലും ഷിർക്ക് അള്ളാഹുവിൽ ആരോപിക്കാത്ത വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ആകാശഭൂമികളുടെ രഹസ്യങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നൊരു ഖുർആനായത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു നക്ഷത്രം ഉദിച്ചുയർന്നപ്പോൾ ഇതാണെൻ്റെ റബ്ബ് എന്ന് പറയുകയും, നക്ഷത്രം അസ്തമിച്ചു പോയപ്പോൾ ഒന്നിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ചന്ദ്രനെ ഉദിച്ചുയർന്ന് കണ്ടപ്പോൾ ചന്ദ്രനാണ് എൻ്റെ ദൈവം എന്ന് പറയുകയും, ചന്ദ്രൻ അസ്തമിച്ചു പോയപ്പോൾ അസ്തമിക്കുന്നതിനെ ഒന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന ഒരു വിശദമായ
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു രംഗത്തെ അള്ളാഹു ഖുർആനിൽ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കുകയാണ്, ഒന്നിനാലും കീഴ്പ്പെടുത്തുന്നതിനെയല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്, എല്ലാറ്റിനെയും അതിജയിച്ച് നിൽക്കുന്ന, എല്ലാറ്റിനെയും കൺട്രോൾ ചെയ്യുന്ന വലിയ എന്താണുള്ളത്, ആകാശഭൂമികളുടെ സൃഷ്ടാവ്, അതിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, അതിനെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നതാണ്, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വല്ലർള ഹനീഫ. ഞാൻ എൻ്റെ മുഖത്തെ തിരിച്ചു വച്ചിരിക്കുന്നത് ആരാണോ ആകാശഭൂമികളെ സംവിധാനിച്ചത്, ഫത്തറ സമാവാതി വല്ലർൾ, ആകാശഭൂമികളെ സംവിധാനിച്ചവന് നേരെയാണ് ഞാൻ എൻ്റെ മുഖത്തെ തിരിച്ചു വച്ചിരിക്കുന്നത്. വമാ അനമിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനല്ല, അള്ളാഹുവിൽ പങ്കുകാരെ അസോസിയേറ്റ് ചെയ്യുന്ന, ഒന്നിനെയും അള്ളാഹുവിൽ അസോസിയേറ്റ് ചെയ്യുന്ന ആളല്ല ഞാൻ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ പാതയാണ് പിൻപറ്റേണ്ടത് എന്നാണ് അള്ളാഹു പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പാത ഹനീഫായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഷിർക്ക് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലായിരുന്നില്ല. ഷിർക്ക് എന്ന് പറയുന്നത് വളരെ ചെറിയ ലെവലിലുള്ള ഷിർക്ക് മുതൽ വലിയ ഷിർക്ക്, ആസച്ച് ഷിർക്ക് എന്ന് പറയുന്നത് വരെ വ്യത്യസ്ത വൈവിധ്യമുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത ഗ്രേഡുള്ള ഷിർക്കുകളുണ്ട്. ഷിർക്ക് എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയുന്നത് അള്ളാഹുവിൽ എന്തിനെങ്കിലും അസോസിയേറ്റ് ചെയ്യുന്നതാണ്. അള്ളാഹുവിൻ്റെ കഴിവിൽ, അള്ളാഹുവിൻ്റെ സിഫത്തിലൊക്കെ എന്തിനെങ്കിലും അസോസിയേറ്റ് ചെയ്യലാണ്. ആ അർത്ഥത്തിൽ അള്ളാഹുവിന് പുറമെ സ്വയം കഴിവുള്ള എന്തെങ്കിലും ഒന്നുണ്ട്, ഏതെങ്കിലും ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളെയാണ് നമ്മൾ മുശ്രിക്കുകളെന്ന് പറയുന്നത്. അങ്ങനെ മുശ്രിക്കുകളെന്ന് പറയാത്ത, എന്നാൽ അള്ളാഹുവിൽ പലതിനെയും അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ അഹ്ലു കിതാബിലും ഇനി വിശ്വാസികളുടെ കൂട്ടത്തിലും ഉണ്ടാകാം എന്ന സൂചനയാണ് ഖുർആൻ നൽകുന്നത്. ഖുർആൻ അവരെയൊന്നും മുശ്രിക്കുകളെന്ന് വിളിക്കുന്നില്ല, അഹ്ലു കിതാബിനെ പോലും വിളിക്കുന്നില്ല. അവർ ദൈവത്തിൽ പങ്കുചേർക്കുന്നുണ്ടെങ്കിലും, ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിൽ പോലും പങ്കുചേർക്കുന്നു, പക്ഷേ അതിനെപ്പോലും അവർ വ്യാഖ്യാനിക്കുന്നു, ഏകദൈവ വിശ്വാസികളാണെന്ന് പറയുന്നു. അവരെ ബഹുദൈവ വിശ്വാസികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവർക്ക് ഫീലാകും. അവരെ അള്ളാഹുവും ബഹുദൈവ വിശ്വാസികളെന്നല്ല വിളിക്കുന്നത്, അഹ്ലു കിതാബ് എന്ന് മാത്രമാണ് വിളിക്കുന്നത്. ദൈവത്തിൽ മറ്റൊരു വ്യക്തിയുണ്ട് എന്ന് പോലും പറഞ്ഞിട്ട് അവരെ മുശ്രിക്ക് എന്ന് വിളിക്കുന്നില്ല. എന്നാൽ അവരിൽ ഷിർക്കുണ്ട്, ഷിർക്ക് ചെയ്യുന്നവരുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഈ ഷിർക്ക് ഇങ്ങനെ അള്ളാഹുവിന് പുറമെ സ്വതന്ത്രമായ കഴിവുള്ള മറ്റെന്തെങ്കിലും ഒന്നുണ്ട് എന്ന് വിശ്വസിക്കാതെ തന്നെയും ഈ ഷിർക്ക് മനുഷ്യരിലേക്ക് കടന്നു വരാം. അത് ദുൽമ് കൊണ്ടും കുഫ്ർ കൊണ്ടും കടന്നു വരാം. പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു ഉപമ കാണാം ഇതിന്. അള്ളാഹു പറയുന്നുണ്ട്, വളരിബ് ലഹും മസല റജുലൈനി, രണ്ട് ആളുകളുടെ ഉപമ അവർക്ക് വിശദീകരിച്ചു കൊടുക്ക്. രണ്ട് ആളുകളുടെ ഉപമ. ഒരാൾക്ക് അള്ളാഹു ഒരു നല്ല തോട്ടം നൽകി. ജഅൽനാ ലിഅഹദിഹിമാ ജന്നത്തൈനി മിൻ അഅനാബിൻ, രണ്ട് നല്ല തോട്ടങ്ങൾ മുന്തിരിയുടെ, അതിനു ചുറ്റും ഈന്തപ്പനകൾ. വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സറഅ, അതിൻ്റെ മധ്യത്തിലായിട്ട് കൃഷിയിടം. അങ്ങനെ വളരെ മനോഹരമായ തോട്ടം. ആ തോട്ടം അതിൻ്റെ വിളവുകളെ നൽകിക്കൊണ്ടേയിരുന്നു. കിൽത്തൽ ജന്നത്തൈനി ആത്തത്തു കുലഹ വലം തളിലിം മിൻഹു ഷയ്യ, ഒരു കുറവും വരുത്തിയിരുന്നില്ല, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഒരു ലുൽമുണ്ടായിരുന്നില്ല, ഒരു താളം തെറ്റലുണ്ടായിരുന്നില്ല ആ തോട്ടത്തിന്. എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. വഫജ്ജർനാ ഖിലാലഹുമാ നഹറ, ആ തോട്ടത്തിൽ ഇഷ്ടംപോലെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരു നെഹ്റിനെ, ഒരു നദിയെ അതിൻ്റെ ഇടയിലൂടെ നന്നായിട്ട് ഒഴുക്കുകയും ചെയ്തു. സമൃദ്ധിയായിട്ടൊരു നദിയും ഒഴുകി. വക്കാന ലഹു സമറുൻ, അങ്ങനെ ഒരുപാട് വിഭവങ്ങളുള്ള, ഒരുപാട് സമ്പത്തുള്ളവൻ ഈ തോട്ടത്തിൻ്റെ ഉടമ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനോട്, മറ്റേയാളോട് പറഞ്ഞു, ഫഖാല ലി സ്വാഹിബിഹി വഹുവ യുഹാവിറുഹു, അവനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു. ഇതൊക്കെ ഒരു കഥ പോലെ പറയുന്നത് ജീവിതത്തിൻ്റെ മനോഹരമായ രംഗങ്ങളാണ്. ഒരു സംഭാഷണത്തിൽ പറഞ്ഞ സംഗതി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് പറയുകയാണ്. അന അക്സറു മിങ്ക മാലം വഅസു നഫറ, നിന്നെക്കാൾ അധികം ധനമുള്ളവൻ ഞാനാണല്ലോ, നിന്നെക്കാൾ അധികം ആൾബലമുള്ള സന്താനങ്ങളും ഫാമിലിയും ആളുകളും ഒക്കെയുള്ള വലിയ മുതലാളി ഞാനാണല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് തോന്നി ഞാൻ വലിയ അനുഗ്രഹങ്ങളുടെ ഒരു വിളനിലമാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിനെക്കുറിച്ച് തന്നെയാണ് അള്ളാഹു പറയുന്നത്. അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം തന്നെ വലിയൊരു വിളനിലമാണ്, അദ്ദേഹം ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച ആളാണ്.
അദ്ദേഹത്തിന് അള്ളാഹു അനേകം അനുഗ്രഹങ്ങൾ നൽകിയാണ്. അദ്ദേഹം സ്പെഷ്യലാണ്. അദ്ദേഹത്തിന് ഈ ജീവിതത്തിലും അടുത്ത ജീവിതത്തിലൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് അദ്ദേഹത്തെക്കുറിച്ച് വലിയൊരു ആത്മവിശ്വാസം തോന്നിത്തുടങ്ങി. വദഖല ജന്നത്തുഹു, അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ അദ്ദേഹം പ്രവേശിച്ചു. വഹുവ ലാലിമുൻ ലിനഫ്സി, സ്വന്തത്തോട് തന്നെ ലുൽമ് ചെയ്തുകൊണ്ടാണ് പ്രവേശിച്ചത്. കാല, അദ്ദേഹം പറഞ്ഞു, മാ ലുന്നു അന്തബീദ ഹാദി അബദ, ഇതൊക്കെ എല്ലാ കാലവും ഈ തോട്ടം ഇങ്ങനെ നിൽക്കും എന്നാണ്, ഇതൊന്നും ഒരിക്കലും നശിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഈ റബ്ബ് തന്ന നിഅമത്തുകളൊന്നും അങ്ങനെ അപ്രത്യക്ഷമാകും നിലച്ചു പോകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അദ്ദേഹം അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന് അതിലും വലിയ ആത്മവിശ്വാസം വന്നു, സ്വന്തത്തിലും അദ്ദേഹത്തിന് ലഭിച്ച തോട്ടത്തിലൊക്കെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വമാലുന്നു സാഅത്ത കായിമ, സാഅത്ത് അസാഅത്ത്, ഒന്നുകിൽ എൻ്റെ മരണം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു തകർച്ച, ആ സമയമൊന്നും ഉടനെ വരുമെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ നിലക്കുന്ന ഒരു അന്ത്യസമയം വരുമെന്നോ എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇപ്പം വരുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അങ്ങനെ വന്നാൽ വൈൻ റുദിത്തു ഇലാ റബ്ബി, ഞാൻ മരിച്ച് എൻ്റെ റബ്ബിൻ്റെ അടുത്തൊക്കെ പോവുകയാണെങ്കിൽ ല അജിതന്ന, തീർച്ചയായിട്ടും ഞാൻ കണ്ടെത്തും ഖൈറം മിൻഹ മുൻകലബ, ഇതിന് പകരമായിട്ട് ഇതിനേക്കാൾ നല്ലത് എനിക്ക് റബ്ബ് തരും. അങ്ങനെ ഞാൻ വലിയ ആളാണ്, ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിന് നൽകപ്പെട്ട തോട്ടത്തിലും അതിൻ്റെ ഫലങ്ങളിലുമൊക്കെ അദ്ദേഹത്തിന് വലിയ ഡിപ്പെൻഡൻസി വന്നു. കാല ലഹു സാഹിബു, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, വഹുവ യുഹാവിറു, അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരൻ തിരിച്ചു പറഞ്ഞു. കൂട്ടുകാരൻ ചോദിച്ചു, ആ കഫർത്ത ബില്ലതി ഖലഖക മിൻ തുറാബ്, മണ്ണിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചവനെ നീ അവനോട് നീ നന്ദികേട് കാണിക്കുകയാണോ? സുമ മിന്നു തുഫത്തിൻ, പിന്നെ ഒരു ബീജത്തിൽ നിന്നും, സുമ സൗവാക്ക റജുല, എന്നിട്ട് നിന്നെ ഒരു നല്ല മനുഷ്യനാക്കുകയും ഒരു പുരുഷനാക്കുകയും സംവിധാനിക്കുകയും ഒക്കെ ചെയ്ത അവനോട് നീ ധിക്കാരം അല്ലെങ്കിൽ അവനോട് നീ നന്ദികേടാണോ കാണിക്കുന്നത്? ലാക്കിന്നാഹു അല്ലാഹു റബ്ബി, എന്നാൽ അവനാണ് എൻ്റെ റബ്ബ്. വലാ ഉശിരിക്കു ബി റബ്ബി അഹദ, ആ റബ്ബിനോട് ഒന്നിനെയും ഞാൻ അസോസിയേറ്റ് ചെയ്യില്ല എന്ന് കൂട്ടുകാരൻ പറഞ്ഞു. കൂട്ടുകാരൻ അവനെ പഠിപ്പിക്കുകയാണ്, നീ ചെയ്യുന്നത് ഒരു ഷിർക്കാണ്. എന്നിട്ട് പറയുന്നു, വലൗല ഇത് ദഖൽത്ത ജന്നത്തക്ക കുൽത്തമാഷ അള്ളാഹു ലാ ഖുവത്ത ഇല്ലാ ബില്ല, നീ നിൻ്റെ തോട്ടത്തിൽ കടക്കുമ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ, നിൻ്റെ നിലപാടിങ്ങനെ ആയിരുന്നെങ്കിൽ, മാഷ അള്ളാഹു ഉദ്ദേശിച്ചതാണ്, അവൻ ഉദ്ദേശിച്ചതാണ് നൽകുന്നത്, അവൻ ഉദ്ദേശിച്ചതാണ് ചെയ്യുന്നത്. ലാ ഖുവത്ത ഇല്ലാ ബില്ല, അവനെ കൂടാതെ ഒരു ശക്തിയുമില്ല എന്നതായിരുന്നു നിൻ്റെ തോന്നൽ, നിൻ്റെ വിശ്വാസമെങ്കിൽ, ഇൻ തറനി അന അക്കല്ല മിങ്ക മാലം വ വലത, ഞാൻ സമ്പത്ത് കുറഞ്ഞവനും സന്താനം കുറഞ്ഞവനുമായിട്ടൊക്കെയാണ് നീ കാണുന്നതെങ്കിൽ, ഫാസ റബ്ബി അൻ യുഅ്തിയനി ഖൈറം മിൻ ജന്നത്തിക വയുർസില അലൈഹ ഹുസ്ബാന മിന സമായി ഫതുസ്ബിഹ സ്വഈദൻ സലഖ, റബ്ബ് എനിക്ക് നിന്റെ ജന്നത്തിനേക്കാൾ തോട്ടത്തെക്കാൾ മെച്ചപ്പെട്ടത് നൽകിയേക്കാം. നിന്റെ തോട്ടത്തെ വലിയൊരു ശിക്ഷ ആകാശത്തുനിന്ന് വന്നുകൊണ്ട് അതൊന്നിനും കൊള്ളാത്ത ഒരു പാഴ്ഭൂമിയായിട്ട് മാറിയും പോയേക്കാം. എന്നിട്ട് പറയുന്നു, ഔ യുസ്ബിഹ മാ ഉവ ഗൗറ, അതിൻ്റെ വെള്ളം അങ്ങ് തായോട്ട് വെലിഞ്ഞു പോയാൽ, ഫലം തസ്തത്തി അലഹു തൊലബ, നിനക്കതൊരിക്കലും പിന്നെ തിരിച്ച് വിളിച്ച് കൊണ്ടുവരാൻ കഴിയില്ല, അങ്ങനെ ആയേക്കാം. എന്നിട്ട് അള്ളാഹു പറയുന്നു, വഹീത ബി സമരി, അദ്ദേഹത്തിൻ്റെ വിഭവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഫലങ്ങളൊക്കെ ചുറ്റപ്പെട്ടു, അദ്ദേഹത്തിന് തടയപ്പെട്ടു, ഫലങ്ങളൊന്നും കിട്ടുന്നില്ല, അദ്ദേഹത്തിൻ്റെ തോട്ടം നശിക്കാൻ തുടങ്ങി. ഫാസ്ബഹ യുഖല്ലിബു കഫൈഹി മാ അൻഫഖ ഫിഹ വയ്യ ഖാവിയ, അദ്ദേഹം കൈമലർത്താൻ തുടങ്ങി. അലാമ അൻഫഖ ഫിഹ, അതിൽ ചെലവഴിച്ചതിനെക്കുറിച്ച്, എന്തിനാണ് വെറുതെ തോട്ടത്തിൽ ഞാൻ ഇത്രയും ചെലവഴിച്ചത്. വഹിയ ഖാവിയ അല ഉറൂഷി, അതതിൻ്റെ പില്ലറിൻ്റെ മേലെ തന്നെ, അതിൻ്റെ അടിത്തറയുടെ മേലെ തന്നെ, അടിത്തറയോടെ അത് തകർന്നുപോയി. ഫലങ്ങൾ മാത്രമല്ല, അതിലെ ചെടികളൊക്കെ നശിച്ചുപോയി, അതിൻ്റെ അടിത്തറ മുഴുവനും, അതിൻ്റെ ഫൗണ്ടേഷൻ മുഴുവനും പോയി. വയക്കൂലു യാ ലൈതനി ലം ഉശ്രിക് ബി റബ്ബി അഹദ, അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ റബ്ബിൽ ശിർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ദൈവത്തെ ആരാധിച്ചത് കൊണ്ടോ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ദുആ ചെയ്തത് കൊണ്ടോ ഒന്നുമല്ല, ലാ ഖുവത്ത ഇല്ലാ ബില്ല എന്നുള്ള ചിന്തയില്ലാതെ പോയി, മാഷാ അള്ളാ എന്ന ചിന്തയില്ലാതെ പോയി. അവിടെയും പറയുന്നത് അത് ഷിർക്കാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മില്ലത്ത് ഇത്തരത്തിലുള്ള ഒരു ഷിർക്കുമില്ലാത്ത ഹനീഫനായ മില്ലത്താണെന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇൻഷാ അള്ളാഹ് ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം വിശദീകരിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.